ശാപം കിട്ടി ആനയായിട്ട് ജീവിക്കുമ്പോൾ ഒന്നും ഭഗവാനെ കുറിച്ച് ഓർത്തില്ല. നമ്മുടെ ജീവിത കാണിക്കണേ. നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമ്പോ, നമുക്ക് സന്തോഷം ഉണ്ടാവുമ്പോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ താണ് 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 പോകുമ്പോ വിളിക്കും അറിയാതെ, ഭഗവാനെ ഭഗവാനെ ഭഗവാനെ. ആ വിളിയൊന്നും ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ ഭഗവാനും അറിയാം. അതുകൊണ്ട് ഭഗവാൻ വെയിറ്റ് ചെയ്യും. നിൽക്കട്ടെ. അവസാനം ഒരു നിൽക്കക്കള്ളി ഇല്ലാന്ന് മനസ്സിലാവുമ്പോ നമ്മുടെ മനസ്സാകുന്ന താമരപ്പൂ ഇങ്ങനെ ചുഴറ്റിയെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ നീട്ടി ഉറക്ക വിളിക്കും. എന്ത്? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ആ ഭഗവാന്റെ ആ മന്ത്രം ഉറക്ക വിളിക്കും ആന. ആ ഇന്ദ്രദ്യുമ്നന് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. ഇതുപോലെ ദ്രൗപദി ഒരു സാരി കടിച്ചു പിടിച്ചിട്ടാണ്, അയ്യോ എന്നെ രക്ഷിക്കണേ കൃഷ്ണ, എന്നെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ഒരു അറ്റം സാരി വായിൽ കടിച്ചു പിടിച്ചിട്ടാണ്. ദേവിക്കറിയാം, ഈ പറയുന്ന പല്ലിന്റെ ഇടയിൽ ഈ സാരി ഉണ്ടാവുമ്പോ എന്റെ മാനത്തെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു ബോധ്യം ഭഗവതിക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ എപ്പോഴാണോ തന്റെ കണ്ണിന്റെ മുമ്പിൽ ആ സാരി ഇങ്ങനെ കീറി 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 ഇപ്പൊ എന്റെ മാനം പോലോ ഭഗവാനെ എന്ന് തോന്നിയപ്പോ വിളിച്ചു. എന്ത്? ഗോവിന്ദ ദ്വാരകാവാസിൻ. ഭഗവാനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ദ്രൗപദി കണ്ടു അത്രേ. വനവാസകാലത്ത് പറഞ്ഞു അത്രേ, എന്ത് പണിയാ കാണിച്ചത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സഖി എന്നാണല്ലോ വിളിക്കുക. ഭഗവാനും സഖേ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ എന്റെ മാനം പോവില്ലായിരുന്നു. ഞാൻ എത്ര കണ്ടു വിളിച്ചു, ഒന്നും ഓടി വരായിരുന്നില്ലേ? എന്റെ ഒപ്പം ഒന്നും ചേർന്ന് നിൽക്കായിരുന്നില്ലേ? എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യായിരുന്നില്ലേ? ഭഗവാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് പറയാറില്ലേ, ഇത്രയും താമസിക്കണമായിരുന്നു ഭഗവാനെ, ഇത് ചെയ്താൽ പോരെ? അപ്പൊ ഭഗവാൻ രസകരമായിട്ട് ദ്രൗപദിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നെ എന്താ വിളിച്ചേ? ഞാൻ സാധാരണ വിളിക്കുന്ന പോലെ കുറെ എണ്ണം വിളിച്ചു, എന്നാലും അവസാനം എന്താ വിളിച്ചത് നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ. സാരി കീറി പോകുമ്പോൾ വിളിച്ചല്ലേ, അതെന്തായാലും ഓർമ്മ ഉണ്ടാവും അറിയാം. എന്താ വിളിച്ചേ? ഞാൻ ഗോവിന്ദ എന്ന് വിളിച്ചു. ആ ശരി, അത് കഴിഞ്ഞിട്ട് എന്താ വിളിച്ചേ? ഗോവിന്ദ ദ്വാരകാവാസി. നിങ്ങൾ ദ്വാരകയുടെ വലിയ ആളല്ലേ? ഭഗവാൻ ഇങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു അത്ര ദ്രൗപദിയോട്, ഗോവിന്ദ ദ്വാരകാവാസി എന്നാണ് നീ എന്നെ വിളിച്ചത് സഖി. ഞാൻ ദ്വാരകയുടെ വാസിയാണോ? ഞാൻ നിന്റെ ഹൃദയവാസിയല്ലേ എന്നാണ് അത്ര ചോദിച്ചത് ഭഗവാൻ. ഞാൻ ദ്വാരകയിലാണോ ഇരിക്കണേ? നെവർ. ഞാൻ ഇരിക്കുന്നത് എവിടെയാ? നിന്റെ ഹൃദയത്തിൽ. അത് തിരിച്ചറിഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ അപ്പഴേ വന്നേനെ. സാരി ആയിട്ടൊന്നുമില്ല, ചിലപ്പോ ഞാൻ തന്നെ ഇവിടത്തെ പോലെ സുദർശനം എടുത്ത് വന്നേനെ. ആ തിരിച്ചറിവ് ഉണ്ടാവണം. ആ തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാവും. ഭാഗവതം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ഭക്തൻ, ഭഗവാൻ, ഭാഗവതം ഇത് മൂന്നും ഒന്നാണ് എന്നൊരു പോയിന്റിൽ എത്തി നിൽക്കും. ഭാഗവതം കേൾക്കുന്നത് ഭഗവാനെ കുറിച്ച്, ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച്. അപ്പൊ ഭക്തനും ഭാഗവതവും ഭഗവാനും ഒന്നാണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ ഈ ഗുരുവായൂരപ്പനെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് 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 നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത് മനസ്സിലാവുന്ന ഒരു സിംറ്റം, ഒരു ലക്ഷണം പറയട്ടെ. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു മനുഷ്യനെ തേടി നിങ്ങൾ ഓടും. ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം സകലമാന കാവുകളിലും പോയിട്ട് അയാൾ നശിച്ചു പോകണേ എന്ന് പ്രാർത്ഥിച്ച ആ മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ ഓടി ഓടി അയാളെ കെട്ടിപ്പിടിച്ച് ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പൊട്ടി നിങ്ങൾ അങ്ങോട്ട് കരയും. അപ്പ മനസ്സിലാക്കിക്കൊള്ളണം ഗുരുവായൂരപ്പൻ മനസ്സിലേക്ക് വന്നു എന്ന്. അതുവരെ ഇല്ല കേട്ടോ. ലോകത്ത് നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനെ ആലിംഗനം ചെയ്ത് ഹരേ നാരായണ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എപ്പ തോന്നുന്നോ അപ്പോഴേ ഉള്ളൂ ആത്മനിവേദനം. അവസാനത്തെ സ്റ്റെപ്പ്, അതിലേക്കുള്ള യാത്രയാണ്. അതാണ് ഭാഗവതം പറഞ്ഞു വെക്കുന്നത്.